ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട്, അക്വേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അതല്ല വെച്ചാൽ ഇമെയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് അവിടെ മെസ്സേജ് അയക്കാം. എൻ്റെ എല്ലാം കോൺടാക്റ്റ് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ഇപ്പോൾ, ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ റെസൊനേറ്റ് അയച്ചാൽ കമൻസിൽ ബോണസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഞാനൊരു ബോണസ് റീഡിംഗ്, എനിക്ക് അങ്ങനെ കുറേ മെസ്സേജസ് കിട്ടിയാൽ ഞാനൊരു ബോണസ് റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് റെസൊനേറ്റ് അയച്ചാൽ. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ നിങ്ങളുടെ റീഡിങ്ങിൽ, നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ, എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ എന്താ മെസ്സേജസ് വരണേന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ് എന്താണ് നിങ്ങളുടെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 7 of Wands, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 5 of Pentacles, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ 3 of Cups, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടി കിങ് ഓഫ് കപ്സ്, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് സോഡ്സ്, എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. ഏസ് ഓഫ് സോഡ്സ്, എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. കിങ് ഓഫ് സോഡ്സ്, എന്താണ് ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്. 2 of Pentacles, എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക. അവരുടെ 9 of Pentacles ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ആയിട്ട് കാണുന്നത്. ഔട്ട്കം ഈ കാർഡാണ്. നമ്മൾക്ക് ഇത് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ 7 of Wands ആണ് അക്വേറിയസ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജിയിൽ തന്നെ ഞാൻ ചില ബ്ലോക്സ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും മുമ്പോട്ട് പോകുമ്പോൾ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറേ ബ്ലോക്സ് ആയി തോന്നുന്നു. ഒന്നും മുമ്പോട്ട് പോകണില്ല. മുമ്പോട്ട് പോകേണ്ട ചില കുറേ ഒപ്പോസിഷൻ ഉണ്ട്, കുറേ വഴക്കുണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ട് കാര്യങ്ങൾ സ്റ്റാഗ്നൻ്റ് ആയി പോകണു. അപ്പോൾ എന്താണ് ഈ 7 of Wands. അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ബ്ലോക്സ് ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ ആരോ ഒരു പേഴ്സണെ ബ്ലോക്ക് ചെയ്തു, അങ്ങനെയും ആവാം. പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ ആരുടെയോ മെസ്സേജിൽ വെച്ചാൽ കോൾ ബ്ലോക്ക് ചെയ്തു വാട്സാപ്പിൽ, അങ്ങനെയും ആവാം. അപ്പോൾ ഈ 7 of Wands എന്താണ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ കുറേ ലവിൻ്റെ എനർജി ഉണ്ട്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി കാണാണ്ട്. ആൻഡ് ഇവിടെ 2 of Wands ഉണ്ട്. അപ്പോൾ 2 of Wands ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എനർജിയാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക അത് പ്ലാൻ ചെയ്യണു. നിങ്ങൾക്ക് എന്താ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത്, എന്താ ആക്ഷൻ എടുക്കേണ്ടത്, ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ, അതൊക്കെയാണ് നിങ്ങൾ ഈ മാസം ഇവാലുവേറ്റ് ചെയ്യണത്. നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയാണ് നടക്കണത്. അപ്പോൾ 5 of Pentacles ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. 5 of Pentacles ഒരു ലോസിൻ്റെ എനർജിയാണ്, റിജക്ഷൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ ഈ മാസം കുറേ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു. ചാരിയറ്റ്, അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട് ലൈഫിൽ. ഈ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല, അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ നിങ്ങളെ തന്നെയാണ് മിസ് ചെയ്യണത്. 3 of Cups ആണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ 3 of Cups ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ആവാം. പക്ഷെ ചില കേസസിൽ ഇതൊരു തേർഡ് പാർട്ടി ആവാം. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. പേജ് ഓഫ് വാൻഡ്സ്,
അപ്പോൾ പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് വോൺസ് ഒക്കെ കാണുമ്പോൾ ഇതൊരു റീകൺസിലിയേഷൻ ആണ്. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് രണ്ട് ഭാഗത്തിനും ഇപ്പോൾ നിങ്ങൾ ആദ്യം റീകൺസൈൽ ചെയ്യണു, മെസ്സേജസ് അയക്കണു, ഒരു പേഴ്സൺ മാപ്പ് ചോദിക്കണു. അപ്പോൾ അങ്ങനെ ഒരു പുതിയ തുടക്കം ഇവിടെ കാണാണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ കിങ് ഓഫ് കപ്സ് വന്നിരിക്കണു നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, കുറേ ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഇമോഷണലി ആയിട്ടാണ് സംസാരിക്കണത് ഈ പേഴ്സൻ്റെ കൂടെ. ഡെത്ത് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണം എന്നുണ്ട്. ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ടോറസ് എനർജിയാണ്. എന്താണ് ഈ ടോറസ് എനർജി ഇവിടെ കാണുന്നത്? അപ്പം നിങ്ങൾക്ക് ഇവിടെ വേറെ ഒരു പേഴ്സൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് സ്റ്റോറീസ് വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് രണ്ട് ചോയ്സസ് ഉണ്ടാവും. ഒരു പുതിയ പേഴ്സണും ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടാവും. അതല്ലച്ചാൽ ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ റീകണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പാണ് വേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ അതെനിക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് സോഡ്സിൻ്റെ ആണ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഒരു കുറേ ഡിറക്റ്റ് എനർജിയാണ്, ഒരു സെപ്പറേറ്റഡ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവരെ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണത്. എല്ലാം കാര്യങ്ങൾ അവർക്ക് ഡയറക്റ്റായി നിങ്ങളോട് പറയണം എന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അപ്പോൾ അതും ഒരു സ്റ്റോറി ഇവിടെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും വേറെ വേറെ ആൾക്കാരുടെ കൂടെ മാരീഡ് ആയിട്ട് ഇപ്പോൾ ആദ്യം റീകണക്റ്റ് ചെയ്യണു, അങ്ങനെയും ആവാം. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ അവർക്ക് കുറേ ബാലൻസ്ഡ് ആയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ അവർക്ക് എല്ലാം കാര്യങ്ങൾ ചെയ്യണത് ഒരു ഫെയർ മാതിരിയാണ് അവർക്ക് ചെയ്യേണ്ടത്. ചിലവർക്ക് ഈ പേഴ്സൺ ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൺ ആയിരിക്കാം, അതല്ല വെച്ചാൽ അവരുടെ ഡിവോഴ്സ് നടക്കുന്നുണ്ടാവും. പക്ഷെ എന്തായാലും ഇവിടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ക്ലാരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി എല്ലാം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടാവും ഈ പേഴ്സൻ്റെ കൂടെ. ആൻഡ് ഇവിടെ ഒരു ബിട്രിയലിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും മുമ്പേ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളും സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യണം എന്നുണ്ടാവും. സോറി. അപ്പോൾ ഞാനിവിടെ ഒരു ബിട്രിയലിൻ്റെ എനർജി കാണുന്നുണ്ട്. പക്ഷെ അതിന്ന് മറന്നിട്ട് ഇപ്പോൾ പുതിയ ഒരു തുടക്കം ഞാനിവിടെ കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ്. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ആദ്യം മുമ്പത്തെ മാതിരി സിറ്റുവേഷൻ ആയിച്ചാൽ ഞാൻ ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളും ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടാണ് നിങ്ങൾ പറയാൻ പോണത് ഇവരോട്. എന്താ വെച്ചാൽ മുമ്പേയും ഇവരുടെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടായത് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം ക്ലിയർ ആയിട്ടാണ് ഇവരോട് സംസാരിക്കാൻ പോകുന്നത്. ഇമോഷൻസ് അത്ര കാണാനില്ല, കൂടുതൽ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നിങ്ങൾ ഇവരോട് പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ബ്ലണ്ടായിട്ട് ഈ പേഴ്സണോട് പറയാൻ പോകണു. ഈ പേഴ്സൻ്റെ എനർജിയിലും ഇൻറ്റൻഷനിലും ഞാൻ കാണുന്നത് കിങ് ഓഫ് സോഡ്സ് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഭാഗത്തിലും അവരെല്ലാം കാര്യങ്ങൾ ക്ലാരിറ്റി, ഇമോഷൻസ് ഇല്ലാത്ത ഒരു എനർജി മാതിരി. ഓക്കെ, അവരും അങ്ങനെയാണ് പെരുമാറണത്. എന്താ വെച്ചാൽ ഇവിടെയും ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്തിലും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, അവർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടാണ് നിങ്ങളോട് പറയാൻ പോണത്. കുറേ ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് അവർക്ക്. പറഞ്ഞാൽ കുറേ അവർക്ക് പേടിയുണ്ട് മനസ്സിൽ, ഇത് വർക്കൗട്ട് ആവോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ അതവർ ഒരു അറ്റംപ്റ്റ് ചെയ്യണോ, അവർ ശ്രമിക്കണോ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നമ്മൾക്ക് എല്ലാം കൂടിയും ശരിയാക്കാൻ പറ്റുക വെച്ചാൽ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോവാമെന്ന്. ഈ നിങ്ങളുടെ ആക്ഷൻ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ആക്ഷനിൽ ഞാൻ കാണുന്നത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പാസ്റ്റിനെ നിങ്ങൾ വിട്ടിട്ടില്ല. എന്താ വെച്ചാൽ പാസ്റ്റിലുള്ള വിഷമം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും എന്ന് നിങ്ങൾ അങ്ങനെ ഹോപ്പ് ചെയ്യണു. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ കാണുന്നത് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ എല്ലാം കൂടിയും ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നോക്കണു, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നോക്കണു.
ഇവിടെ ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പോൾ മേ ബി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ഈ റിലേഷൻഷിപ്പിനെ ഒരു പുതിയ തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ഇവരുടെ. അവർ അങ്ങനത്തെ ആക്ഷനാണ് എടുക്കാൻ പോണത്. ഔട്ട്കം ഇവിടെ 5 of Wands ആണ്. അപ്പോൾ ചില കാര്യങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ല വെച്ചാൽ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ മേ ബി അതായിരിക്കും ഇവിടെ ഒരു വഴക്ക് മാതിരി ഒരു എനർജി കാണുന്നത്. പക്ഷേ ഇവിടെ റൊമാൻറ്റിക് എനർജി ഉണ്ട്, പക്ഷെ ഒന്നും മുമ്പോട്ട് പോവാത്ത ഒരു എനർജിയും ഉണ്ട്. എന്താ വെച്ചാൽ കുറേ പേടിയുണ്ട്, കുറേ പാസ്റ്റിൻ്റെ ബാഗേജ് ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളും മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പ് വേണം, പക്ഷേ ഒരു പേടി, അതിൻ്റെ കാരണം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കുറച്ചൊരു ഹെസിറ്റൻറ്റ് മാതിരി ഒരു എനർജിയാണ്. പക്ഷേ ഇത് മെല്ലെ മെല്ലെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകുന്നുണ്ടാവുക. എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ച് ഇപ്പോൾ ഒരു റിസർവ്ഡ് എനർജിയിലാണ് രണ്ടാളും. ഓക്കെ, അപ്പോൾ ഒരു പേടിയുണ്ട്, അതിൻ്റെ കാരണമായിരിക്കാം. പക്ഷേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും ഫ്യൂച്ചറിൽ, അതിന് കുറച്ച് സമയം എടുക്കും, അത്ര തന്നെ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ പേഴ്സണോട്? ഐ കാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഇവരെ കുറച്ച് നിങ്ങളുടെ കുറേ പറഞ്ഞാൽ നിങ്ങൾ അവരെ കുറച്ച് തന്നെ ആണ് മനസ്സിൽ വെച്ചാണ്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ എന്നാണ് ഈ പേഴ്സൺ പറയണത്. അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ വിഷമിച്ചിട്ടുണ്ട് പാസ്റ്റിൽ. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. ഇവർ പറയണു ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. നിങ്ങൾ പറയണു ഐ ഫീൽ യു ലീവിങ് മീ ബിഹൈൻഡ്. ഇവർ പറയണു ഐ നോ ദാറ്റ് ഐ ക്രോസ് ദ ലൈൻ വിത്ത് യു. അപ്പോൾ രണ്ടാളുടെയും പാസ്റ്റിൽ എന്തോ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നതൊരു പുതിയ തുടക്കമാണ്. ആ തുടക്കം ഈ മാസമായിരിക്കും, പക്ഷെ അതിൻ്റെ കൺക്ലൂഷൻ മേ ബി കുറച്ച് സമയമെടുക്കും. ഓക്കെ, ഇത് എവിടേക്കാണ് പോകണതെന്ന് ഇതുവരെ അതിൻ്റെ ഔട്ട്കം വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ രണ്ടാളും ഒരു ഇനീഷ്യൽ സ്റ്റേജസിലാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിച്ച കമൻറ്റിൽ ബോണസ് എന്ന് പറഞ്ഞ് എഴുതുക. അങ്ങനെ കുറേ മെസ്സേജസ് എനിക്ക് ബോണസ് പറഞ്ഞിട്ട് കിട്ടിയ ഞാനൊരു ബോണസ് റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ മാസം തന്നെ ഞാനൊരു ബോണസ് റീഡിങ് അപ്ലോഡ് ചെയ്യാം. പക്ഷേ കമൻറ്റ് ചെയ്ത് പറയണം, അപ്പോഴാണ് ഞാൻ കുറേ കമൻറ്റ്സ് വന്നാലേ ഞാനിത് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.